എന്തുപറ്റി? എനിക്ക് ട്രാൻസ്ഫർ കണ്ണൂർക്ക്. അടുത്തെവിടെങ്കിലും വേണോന്ന് എഴുതി കൊടുത്തിട്ട് ഇതൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ പോലെയാണല്ലോ. ഇവന്റെ ഈ ഉദ്യോഗം വേണ്ടെന്ന് വെച്ചാലോ? എന്താ നന്നായിട്ടായി പറയുന്നത്? ഞാൻ അവരോട് എത്ര കെഞ്ചി പറഞ്ഞതാ. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടോ ഒരു അനീതി? ജോലി വേണ്ടാന്ന് വെക്കാനൊക്കെ എളുപ്പം കഴിയും. പക്ഷേ ഒരാളുടെ ശമ്പളം കൊണ്ട് ഇക്കാലത്ത് സാരമില്ല നന്നേട്ടാ, ഞാൻ പോവാം. അവരോട് വാശി തീർക്കാൻ ജോലി രാജിവെച്ചാൽ അവർക്കെന്താ നഷ്ടം? നമുക്കല്ലേ നഷ്ടം. ജോയിൻ ഇമ്മീഡിയറ്റ്ലി. ഉറങ്ങിയില്ലേ? ഇല്ല, ഉറക്കം വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വരാം. അല്ലെങ്കിൽ എന്നെ കാണണമെന്ന് തോന്നുമ്പോ അങ്ങോട്ട് വരാലോ. എന്താ വണ്ടി തിരിച്ചയച്ചേ? മീര പോകുന്നില്ല. എന്താ ചേട്ടാ ഇത്? മീരയ്ക്ക് ജോലിയില്ലെങ്കിലും സാരമില്ല, ഞെരുങ്ങിയാണെങ്കിലും നമുക്ക് ജീവിക്കാം. മീര, നിന്നെ പിരിഞ്ഞൊരു നിമിഷം പോലും കഴിയാൻ എനിക്ക് വയ്യ. വിശേഷമൊന്നുമില്ലല്ലോ. രാത്രി തീരെ ഉറങ്ങിയില്ല, വല്ലാത്ത വേദനയാണെന്ന് പറയുന്നത്. സാരമില്ല, 2 ദിവസം കഴിയും മാറിക്കോളും. ഉറങ്ങാൻ എന്തെങ്കിലും പെത്തടി വേണമെന്ന് പറയുന്നത്. ഗർഭിണിക്കോ? നോ, അതിപ്പോഴത്തെ ചെറുപ്പക്കാർ ഡോക്ടർമാരുടെ സോക്കരാ. രക്തവും കഫവും പരിശോധിക്കാൻ ബോർഡും വെച്ചിരിക്കുന്ന പെട്ടിക്കട പോരുമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ലേ? അവിടെ പുരുഷന്റെ മൂത്രം പരിശോധിച്ചിട്ട് ഗർഭമുണ്ടെന്ന് എഴുതി വെക്കും. ഇവിടെ ലാബുണ്ട്. അത് കാശ് പിടുങ്ങാനല്ല, കൃത്യമായ ഫലം അറിയാൻ വെച്ചിരിക്കുന്നത്. എന്നാ മീര നന്ദകുമാർ. ഇരിക്കാം. എന്താ വിശേഷം? ഷീസ് പ്രഗ്നന്റ്. എന്നാ ആര് പറഞ്ഞു? ഛർദിയും തലകർക്കും. അതുകൊണ്ട് പ്രഗ്നന്റ് ആണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു അല്ലേ? വരൂ. വരൂ.
ഇപ്പൊ മരുന്നും ചികിത്സ ഒന്നും വേണ്ട. മാസത്തിലൊരു പ്രാവശ്യം എന്നെ വന്ന് കാണണം. എന്താ? മിലിറ്ററി സർവീസിൽ ഡോക്ടറുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മേജർ ശേഖരൻകുട്ടി നായർ ഓർമ്മയുണ്ടോ? ആ, എന്താ? എന്റെ അച്ഛനാണ്. ശേഖരന്റെ മകനോ? എന്നിട്ടെന്താ ആദ്യം പറയായിരുന്നത്? എന്താ പേര്? നന്ദകുമാർ. നന്ദകുമാർ. ഹി വാസ് മൈ ഇന്റിമേറ്റ് ഫ്രണ്ട്. മരിക്കുമ്പോഴും ഞാൻ അടുത്തുണ്ടായിരുന്നു. അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ എങ്ങനെ, സുഖമായിരിക്കുന്നോ? ആ, മാസം തോറും എന്നെ വന്ന് കണ്ടോണം കേട്ടോ. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശരി. അമ്മ എന്റെ അന്വേഷണം അറിയിക്കണം. അതെ. പോട്ടെ. ഓക്കെ. പുറമെ പരിക്കനാണെങ്കിലും ഡോക്ടർ നല്ല ആളല്ലേ? ഇങ്ങനെ കഴിഞ്ഞൊരു ഗൈനക്കോളജിസ്റ്റ് കേരളത്തിലുണ്ടോ? ഇവിടെ എത്രയോ ലേഡി ഗൈനക്കോളജിസ്റ്റുകളുണ്ട്. എന്നിട്ട് ഇവിടെ തിരക്കുണ്ടോ? പിന്നെ അച്ഛന്റെ കൂട്ടുകാരനാവുമ്പോ നമ്മളോട് കൺസിഡറേഷൻ കാണും. എന്താ മീരെ, എന്ത് പറ്റി? നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഞാനൊരു ടാക്സി വിളിച്ചോണ്ട്. ചേട്ടൻ എപ്പോഴും എന്റെ അടുത്ത് തന്നെ വേണം. എവറിത്തിങ് ഈസ് ഫൈൻ. പെൺകുട്ടി വാ, കുട്ടിയെ കാണണ്ടേ? തന്റെ പേടിയൊക്കെ തീർന്നല്ലോ. ഞാൻ പോയിക്കോട്ടെ. വെളുപ്പിനെ കയറിയതല്ലേ. താങ്ക് യു ഡോക്ടർ. വെൽക്കം. ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം. ചേട്ടനൊന്ന് കുളിച്ച് വിശ്രമിച്ചിട്ടൊക്കെ വന്നാ മതി. ആരെങ്കിലും കാണും, ഇല്ലെങ്കിൽ ഞാനിപ്പോ ഉമ്മ വെച്ചനെ. വേഗം പോയിട്ട് വരണം. പിന്നെ അലമാരിയുടെ രണ്ടാമത്തെ തട്ടിൽ വലത്ത് വശത്ത് ഞാൻ തയ്ച്ചു വെച്ച കുഞ്ഞുടുപ്പുകളുണ്ട്, അത് കൊണ്ടുവരണം. പിന്നെ ബേബി സോപ്പ്, പൗഡർ. ആ, അലമാരിയിൽ അലക്കി വെച്ചിരിക്കുന്ന പഴയ വെള്ളം കൊണ്ടും എടുത്തോളണം. ഞാൻ പോയിട്ട് വരാം.